ഹായ് ഓൾ. GBU ഗുഡ് ബാഡ് അഗ്ലി. തല അജിത്തിന്റെ അല്ലെങ്കിൽ AK അജിത് കുമാറിന്റെ ഗുഡ് ബാഡ് അഗ്ലി റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ ആദിത്യ രവിചന്ദർ. ഈ സിനിമ റൈറ്റ് ചെയ്തേക്കുന്ന ആദിത്യ രവിചന്ദറിനോടൊപ്പം ഒരു 6-7 ആൾക്കാർ കൂടിയുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരുവിധം എല്ലാ സ്ക്രീൻ പ്ലേയും പുള്ളി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് എ കംപ്ലീറ്റ് ഫാൻ ബോയ് ട്രിബ്യൂട്ട്. അതായത് ഒരു ഫാൻസിന്, അജിത് കുമാറിന്റെ ഫാൻസിന്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു കട്ട ഫാൻ ബോയ് ആയിട്ടുള്ള ആദിത്യ രവിചന്ദർ എഴുതിയേക്കുന്ന ഒരു, അല്ലെങ്കിൽ പുള്ളി ഡയറക്ട് ചെയ്തേക്കുന്ന ഒരു സിനിമയാണ് ഗുഡ് ബാഡ് ആഗ്ലി. ആൻഡ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി അതൊരു സ്പൂഫ് എന്റർടൈനർ ആണ്. അതായത് ഒരു സ്പൂഫ് പടം. നമ്മുടെ തലയിലുള്ള കംപ്ലീറ്റ് ലോജിക്ക് എല്ലാം മാറ്റി വെച്ച് ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്ത് ഒരു കംപ്ലീറ്റ് ഫാൻ ബോയ്, അല്ലെങ്കിൽ നമ്മളിപ്പം മങ്കാട്ട എന്നൊക്കെ പറയുന്ന അജിത്തിന്റെ സിനിമയ്ക്ക് ശേഷം ഒരു പക്ഷെ ഇങ്ങനെ നമ്മൾ അത്രയും അഴിഞ്ഞാടി, അല്ലെങ്കിൽ സ്ക്രീൻ പ്രസൻസ് കൊണ്ട്, അല്ലെങ്കിൽ തന്റെ പെർഫോമൻസ് കൊണ്ട് നമ്മളെ ഞെട്ടിച്ച ഒരു അജിത്തിന്റെ മറ്റൊരു സിനിമ ഉണ്ടായിട്ടില്ലെന്ന് പറയാം. ആ ഒരു കുറവുകളെല്ലാം നികത്തിക്കൊണ്ട് വന്നൊരു സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി. ആൻഡ് ആദിത്യ രവിചന്ദറിലേക്ക് വരുമ്പോൾ പുള്ളിയുടെ ആദ്യത്തെ സിനിമ മാർക്ക് ആന്റണി, വളരെയധികം, ഞാൻ പേഴ്സണലി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതിൽ സീറോ ലോജിക്കാണ്. ആൻഡ് ഇറ്റ്സ് എ കംപ്ലീറ്റ് കോമഡി ആക്ഷൻ മൂവി. ആൻഡ് ഇതിലേക്ക് വരുമ്പോൾ ഇതും ഒരു കംപ്ലീറ്റ് കോമഡി ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. അപ്പൊ രണ്ടും ഏകദേശം സിമിലർ ജാണറാണ്. അപ്പൊ നമ്മുടെ ലോജിക്ക് അപ്ലൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഈ സിനിമ വെറും പൊട്ടയായിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. ദിസ് സിനിമ ഈസ് പർട്ടിക്കുലർലി ഫോർ ദോസ് പീപ്പിൾ ഹു വോണ്ട് പുട്ട് എനി ലോജിക് ഇൻ വാച്ചിങ് മൂവീസ്. സിമ്പിൾ ആയിട്ട്, കൂളായിട്ട്, റിലാക്സ് ചെയ്ത് പോയി ചിരിച്ച് പോയി, എന്താ പറയുക, ഒരു അടിവെടി ഇടി മൂടാണ് കംപ്ലീറ്റ്. അതിന്റെ കംപ്ലീറ്റ് പാക്കേജ് ആണ്. ഒരു തല അല്ലെങ്കിൽ ഒരു അജിത് കുമാർ പാക്കേജ് ആണ് നമ്മുടെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്നത്. അപ്പൊ ഒരു കംപ്ലീറ്റ് ട്രിബ്യൂട്ട് ആണ്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. കംപ്ലീറ്റ് എന്റർടൈനർ മൂവിയാണ്. ഒരു സ്പൂഫ് എന്റർടൈനർ മൂവിയാണ്. അതായത് തന്റെ ക്യാരക്ടേഴ്സിനെ, അതിപ്പോ അജിത് കുമാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ തൃശ്യ ആയിക്കോട്ടെ, ഇതിൽ വന്നു പോകുന്ന ഷൈൽഡോൺ ചാക്കോ ആയിക്കോട്ടെ, ഇതിന്റെ അകത്തുള്ള അർജുൻ ദാസ് ആയിക്കോട്ടെ, ഇവരൊക്കെ അങ്ങോട്ട് ഒരു ഫ്രീ ആയിട്ട് ഒരു ഓപ്പൺ സ്പേസിലേക്ക് വിട്ടിട്ട് അങ്ങോട്ട് അഴിഞ്ഞാടിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം പൊട്ടൻഷ്യലിൽ അങ്ങോട്ട് പെർഫോം ചെയ്തോളൂ. ആ ഒരു സ്കെയില് എത്രയാന്ന് വെച്ചാൽ നിങ്ങൾ അറിഞ്ഞങ്ങോട്ട് വലുതാക്കിക്കോളൂ എന്നുള്ള രീതിയിൽ ഫ്രീഡം കൊടുത്ത് ചെയ്യിപ്പിച്ച പോലെ ഒരു മൂവിയാണ്. അപ്പൊ അതിൽ നമുക്ക് വ്യക്തമാണ് അജിത് കുമാർ എന്ന് പറയുന്ന നടൻ ശരിക്കും എൻജോയ് ചെയ്ത് ആക്ട് ചെയ്ത ഒരു സിനിമയാണെന്നുള്ളത് ഇതിലോ ഈച്ച് ആൻഡ് എവരി സീൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ്. ആൻഡ് ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് മുംബൈ ബേസ്ഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് അജിത് കുമാർ, അല്ലെങ്കിൽ AK എന്നാണ് ഇതിലെ ക്യാരക്ടറിന്റെ പേര്. AK എന്ന് പറയുന്ന ഒരാൾ വലിയൊരു നൊട്ടോറിയസ് ഗ്യാങ് ലീഡർ, അല്ലെങ്കിൽ ഗാങ്സ്റ്ററായി മാറുന്ന ഒരു ഇത് കാണിക്കുന്നുണ്ട്. ആൻഡ് പിന്നീട് അദ്ദേഹം റെഡ് ഡ്രാഗൺ എന്നറിയപ്പെടുന്നുണ്ട്. ആൻഡ് ഈ റെഡ് ഡ്രാഗന്റെ കണക്ഷൻസ് ഒക്കെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറം ഇന്റർനാഷണൽ ലെവലിലുള്ള വളരെ എന്താ പറയാ, നൊട്ടോറിയസ് ആയിട്ടുള്ള പല ഗാങ്സ്റ്റേഴ്സും, നമ്മൾ ഹോളിവുഡ് സിനിമകൾ കണ്ടിട്ടുള്ള ഗാങ്സ്റ്റേഴ്സുമായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ ഇവര് ഒരു സ്പൂഫ് കോമഡി രീതിയിൽ വളരെ നല്ല രീതിയിൽ, അതായത് ഇവരെ ഒന്നും റിയാലിറ്റിയിലേക്ക് ഈ പറഞ്ഞ വലിയ വലിയ ആൾക്കാർ, ഇപ്പൊ ഡോങ്ങിലിയൊക്കെ പോലത്തെ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചിട്ടില്ല. പക്ഷെ അവരെ കാണിച്ചുകൊണ്ട് തന്നെ ഈ ക്യാരക്ടർ എത്രത്തോളം വലുത്, അല്ലെങ്കിൽ ഈ ഗാങ്സ്റ്റർ എത്രത്തോളം വലുതാണെന്നുള്ളത് നമ്മളെ ആ ഒരു സ്പൂഫ് രീതിയിൽ നമ്മുടെ ഫ്രണ്ടിലേക്ക് പ്രസന്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൽ ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയുടെ ഡയറക്ഷൻ ഞാൻ പറഞ്ഞു. ആൻഡ് ഓഫ് കോഴ്സ് ഈ സിനിമയുടെ ബാക്ക് ബോൺ, അല്ലെങ്കിൽ നട്ടെല്ല് എന്ന് പറയുന്നത് ഇതിന്റെ അജിത് കുമാറിന്റെ പെർഫോമൻസ് ആണ്, അല്ലെങ്കിൽ അജിത്തിന്റെ ആ ഒരു സ്വാഗും ആ ഒരു ഓറയാണ്. സ്ക്രീൻ പ്രസൻസിന്റെ ഒരു കിങ് ആണ് പുള്ളി, പറയേണ്ട ആവശ്യമില്ല. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. GVP ഹ്യൂമൻ ഹാറ്റ്സ് ഓഫ്. ഈ സിനിമയിൽ പുള്ളി ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലെങ്കിൽ മ്യൂസിക് ചെയ്തു തുടങ്ങിയിട്ട് ഇതിൽ തീരുന്നില്ല. അതായത് 2 മണിക്കൂർ 25 മിനിറ്റ് എന്തോ സിനിമയുണ്ട്. ത്രൂ ഔട്ട് ഇതിൽ മ്യൂസിക്കിന്റെ ഒരു കളിയാണ്. എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഒരു ചേസ് സീനും, പിന്നെ അതേപോലെ ഇതിന്റെ അകത്ത് ഒരു പൂട്ടിയിട്ട റൂമിനുള്ളിൽ ഒരു ഫൈറ്റ്, പിന്നെ ഇതിനകത്ത് ഒരു ബാങ്കിന്റെ അകത്തുള്ള സംഭവം, അവിടെയൊക്കെ മ്യൂസിക് കൊണ്ട് അങ്ങോട്ട് എന്താ പറയാ അഴിഞ്ഞടിയേക്കാണ്. ഒന്നും പറയാനില്ല. പുള്ളിയെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടറിന് വേണ്ട രീതിയിൽ പണിയെടുത്ത ഒരു മ്യൂസിക് ഡയറക്ടർ, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക്, ഇതിന്റെ ഓഡിയോഗ്രാഫി ചെയ്തേക്കുന്ന ആൾക്കാർ, ആൻഡ് ഡയറക്ടർക്ക് വേണ്ട രീതിയിൽ, ഡയറക്ടറിന്റെ കാഴ്ചപ്പാടിലുള്ള രീതിയിൽ പക്കായിട്ട് സന്തോഷിച്ച് ആക്ട് ചെയ്തേക്കുന്ന അജിത് കുമാർ. ഇതൊക്കെയാണ് ഈ സിനിമയുടെ പ്രധാനപ്പെട്ട പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. ഇനി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലോജിക്ക് അപ്ലൈ ചെയ്ത്, അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ട് ഈ ഇപ്പം അജിത്തിന്റെ പഴയ വേറെ കുറെ സിനിമകൾ എക്സ്പെക്ട് ചെയ്ത് പോകുന്ന അവർക്ക് നിരാശയായിരിക്കും. കാരണം ഇതൊരു പക്ക ഫാൻ ബോയ് ട്രിബ്യൂട്ട് ആണ്. ഒരു ഫാൻസിന് ഇപ്പോ ഞാൻ പോയതെന്ന് പറഞ്ഞാൽ ആലുവ മാധുര്യ 4K ഡോൾബി അറ്റ്മോസ് തിയേറ്ററിലാണ്. എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ എറണാകുളത്ത് ഡോൾബി അറ്റ്മോസ് ഉള്ള വേറെ തിയേറ്ററുകളിലൊന്നും ഈ പർട്ടിക്കുലർ സിനിമ വേറെ സ്ക്രീനുകളിലൊന്നും കളിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ അറ്റ്മോസിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അതിന്റെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ സിനിമ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ക്രൗഡുള്ള ഒരുവിധം തല ഫാൻസോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ തമിഴ്നാട്ടിലുള്ള വൈബായിട്ടുള്ള ആൾക്കാരുള്ള തിയേറ്ററിൽ, ഈ അറ്റ്മോസ് ഉള്ള തിയേറ്ററിൽ തന്നെ പോകും. അപ്പൊ നിങ്ങൾക്ക് ആ സൗണ്ടിന്റെ ആ ഒരു എഫക്ട് നിങ്ങൾക്ക് പേഴ്സണലി ഫീൽ ചെയ്യാൻ പറ്റും. ഈ 2 കാര്യങ്ങൾ
മൈൻഡിൽ വെക്കുക. എന്റെ തിയേറ്ററിൽ ക്രൗഡ് വാസ് ലെസ്. അതെനിക്കൊരു സങ്കടമുള്ള കാര്യമാണ്. കാരണം എനിക്ക് ചില സീനൊക്കെ വന്നപ്പോൾ എണീറ്റ് ഡാൻസ് കളിക്കാൻ തോന്നി. അവിടെ പോയി ആ തല ഫാൻസ് ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ഞാനിത് കാണാൻ കുറച്ച് വൈകിപ്പോയി. അതിലെനിക്ക് വളരെയധികം വിഷമമുണ്ട്. എനിക്ക് തമിഴ്നാട്ടിലെങ്ങാനും ഈ സിനിമ പോയി കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആ ഒരു മൊമെന്റിൽ ആഗ്രഹിച്ചിരുന്നു. പിന്നെ ഇതിലേക്ക് പെർഫോമൻസ് വരുമ്പോൾ അജിത് കുമാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അവരുടെ റോള് ചെയ്തു പോകുന്നുള്ളൂ. ഷൈൻ ടോം ചാക്കോ വാസ് ഗുഡ്. കാരണം ഷൈൻ ടോം ചാക്കോയുടെ ഡബിങ് ആയിരുന്നു. പുള്ളി ഡയലോഗ് പറയുന്ന ഒന്നും മനസ്സിലാവത്തില്ല. പക്ഷെ ഇവിടെ തമിഴിലേക്ക് വന്നപ്പോൾ ആരോ ഡബ് ചെയ്തേക്കുന്നുണ്ട്. പുള്ളി ഡയലോഗ്സ് ഒക്കെ ക്ലിയർ ആയിരുന്നു. ആൻഡ് ഇവരെല്ലാം ബേസിക്കലി അജിത്ത് അല്ലെങ്കിൽ എ കെ ആരാണെന്നുള്ളൊരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ എ കെയുടെ സ്വാഗ് ഓറ അല്ലെങ്കിൽ എ കെ എന്ന് പറയുന്നത് എത്ര പവർഫുൾ ആണെന്നുള്ളത് പറയുക, എ കെ ഹൈപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇവരുടെ പാർട്ട്, ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിന്റെയും ഒരുവിധം പാർട്ട് വരുന്നത്. അത് അവരെല്ലാം ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്കകത്ത് ലൈറ്റുകൾ ഈ എന്താ പറയാ കുറെ കളർ ലൈറ്റ് ഒക്കെ ഇട്ട് നമ്മളൊരു പാർട്ടി നമ്മളൊരു നല്ല രീതിയിൽ ഡ്രസ് ചെയ്ത് ഒരു പാർട്ടി മൂഡ് അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പോകുന്നത് എങ്ങനെയാണോ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ, ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഈ സിനിമയിലൂടെ ഡയറക്ടർക്ക് പറ്റിയിട്ടുണ്ട്. ഒരുപാട് ലൈറ്റ്, ഒരുപാട് മറ്റേ എന്താ കോസ്റ്റ്യൂം വൈസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗൺസ്, അതിന്റെ വെടിയൊച്ചകൾ, ഇങ്ങനത്തെ സൗണ്ട് കൊണ്ടൊരു വിസ്മയം തന്നെയാണ് ഇതിന്റെ ഡയറക്ടർ തീർക്കുന്നത്. ഞാൻ പിന്നെ പറയുന്നു, ഇതൊരു ലോജിക്ക് അപ്ലൈ ചെയ്ത് പോകുന്ന ഒരാൾക്ക് നിരാശയായിരിക്കും. അതിന് ഇത് എൻജോയ് ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് അടിച്ച് പൊളിക്കാനുള്ള എല്ലാ വകുപ്പും ഈ സിനിമയിൽ ആവശ്യം പോലെ അവർ തന്നിട്ടുണ്ട്. സിനിമയ്ക്കകത്ത് പഴയ പാട്ടുകളുടെ റെഫറൻസ്, അതായത് പഴയ ഇതിനു മുമ്പ് ഹിറ്റ് ആയിട്ടുള്ള ഇളയരാജ അടക്കമുള്ള ഒരു മ്യൂസിക് കൊടുത്തിട്ടുള്ള പാട്ടുകൾ റെഫറൻസ് ആയിട്ട് മ്യൂസിക്കിൽ കയറി വരുന്നുണ്ട്. ആ സമയത്ത് അജിത്തിന്റെ പെർഫോമൻസ്, അപ്പൊ ആ സമയത്തുള്ള ഡാൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ സമയത്ത് ഈ പാട്ടുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഫൈറ്റ്, അതിന്റെ അകത്ത് ഓരോ ഷോട്ടുകളിൽ വരുന്ന ഒരു വെടിവെച്ചയുടെ ശബ്ദം, ഇതൊക്കെ ഭയങ്കര രസമായിരുന്നു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ. അതിൽ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് അജിത്ത് ഒരു ഫൈറ്റ്, അർജുനുമായിട്ടുള്ള ഒരു ഫൈറ്റ് വരുന്ന സീക്വൻസ് ഒക്കെ ഉണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നായകൻ തകർത്ത് അഭിനയിക്കുകയാണ്. നായകൻ ഫുൾ ഓൺ സ്വാഗിൽ ഡെലിവറി ചെയ്യുമ്പോൾ നായകനോടൊപ്പം അല്ലെങ്കിൽ നായകനേക്കാൾ മികച്ചു നിൽക്കുന്ന ഒരു വില്ലൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം സിനിമകൾ വിജയിക്കത്തുള്ളൂ. ആൻഡ് അർജുൻ ദാസ് ഹാസ് ഡൺ ഹിസ് പാർട്ട് വെൽ. പുള്ളിയുടെ ആ ഒരു എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ഭയങ്കര നൊട്ടോറിയസ് ഗ്യാങ്സ്റ്ററുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു വില്ലൻ ആവണം എന്നുള്ളത് പുള്ളിയുടെ വോയിസ് മോഡുലേഷൻ കൊണ്ടും പുള്ളിയുടെ ആ ഒരു ഈ പറഞ്ഞ ഒരു പ്രത്യേകതരം സ്വാഗും എനർജിയും കൊണ്ട് പുള്ളി കട്ടയ്ക്ക് പിടിച്ചു നിന്നിട്ടുണ്ട്. പിന്നെ കാർത്തികേയ, നമ്മുടെ സലാറിലും എമ്പുരാനിലും പൃഥ്വിരാജിന്റെ ചൈൽഡ്ഹുഡ് ഇത് ചെയ്ത കാർത്തികയാണ് നമ്മുടെ ഈ കലാജിത്തിന്റെ മകനായിട്ട് വരുന്നത്. പുള്ളിയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. തൃഷ കുറച്ച് ഇമോഷണൽ സീൻസ് കൊണ്ടുവരും. നമ്മൾ ഇമോഷനിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ ഒരു കോമഡി ആക്കിയിട്ട് ഈ പറഞ്ഞ സ്കൂഫ് എന്റർടൈൻമെന്റ് എന്താ പറയാ ആ ഒരു ഗ്രാഫ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ മൊത്തത്തില് ഞാൻ പേഴ്സണലി വളരെയധികം എൻജോയ് ചെയ്തു. പക്ഷെ എനിക്ക് രണ്ട് സങ്കടങ്ങളാണ്. ഒന്ന്, ആ ക്രൗഡ് കിട്ടിയില്ല എന്നുള്ളതും, പിന്നെ ഈ പറഞ്ഞ കണക്ക് ഫസ്റ്റ് മിസ്സായി എന്നുള്ളത്. ഫസ്റ്റ് പക്ക കോർ അജിത് ഫാൻസിന്റെ കൂടി സിനിമ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ഭാഗ്യം. അങ്ങനെ ഒരു അവസരം കിട്ടുമോ എന്നുള്ളത് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സന്തോഷമായിരിക്കും. അപ്പൊ ഇതാണ് ഗുഡ് ബാഡ് അഗ്ലി. ആൻഡ് ഗുഡ് ബാഡ് അഗ്ലി എന്ന GBUനെ ഇതിൽ AK പറയുന്നുണ്ട്, ഗുഡ് ബാഡ് അഗ്ലി അല്ല, ഇൻസ്റ്റഡ് ഗോഡ് ബ്ലസ് യു. അപ്പൊ എനിക്കും പറയാനുള്ള എല്ലാവരെയും ഗോഡ് ബ്ലസ് ചെയ്യട്ടെ. താങ്ക് യു.